Hi friends, welcome to Drona Institute of Ayurveda. I am Dr. Vishnu Darshan. ചരസംഹിത സൂത്രസ്ഥാനം ലാസ്റ്റ് 3 മന്ത്സിൽ എങ്ങനെ നമുക്കതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഫോക്കസ് ചെയ്ത് പോർഷൻസ് എല്ലാം സ്ട്രോങ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ സീരീസാണ്. അതായത് ചാപ്റ്റർ 11 മുതൽ 20 വരെയുള്ളതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് പറയുന്നത്. അതിൽ 11ാമത്തെ ചാപ്റ്റർ തിസ്രശ്യണി അധ്യായത്തിൽ 3 ഏഷണകൾ പറയുന്നുണ്ട്. പ്രത്യക്ഷ പ്രതിബന്ധകര ഭാവാസ് 8 എണ്ണം, അതിൻ്റെ ചക്രപാണി എക്സാമ്പിൾ പഠിക്കണം. പ്രത്യക്ഷം, യുക്തി, അനുമാനം ആൻഡ് ആപ്തോപദേശം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെഫിനേഷൻ, യുക്തിയുടെയും അനുമാനത്തിൻ്റെയും എക്സാമ്പിൾസും അനുമാനത്തിൻ്റെ ടൈപ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അഷ്ടത്രികങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ത്രയോ ഉപസ്തംഭം, ബലം 3 എണ്ണം, അതുപോലെ രോഗമാർഗങ്ങൾ 3 എണ്ണം, വൈദ്യൻ 3 എണ്ണം, ഔഷധം 3 എണ്ണം, അങ്ങനെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഷ്ടത്രികങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് രോഗമാർഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് അടുത്ത ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്ററാണ്, വാദകലകലിയ അധ്യായമാണ്. അതിനകത്ത് വാദത്തിൻ്റെ ഗുണങ്ങൾ 6 എണ്ണം പറയുന്നുണ്ട്. അത് ഓരോ ആചാര്യന്മാർ പറയുന്നതാണ്. അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. അതായത് കോപത്തിനുള്ള കാരണങ്ങൾ പറയുന്നത് എന്താണ്, ശമനത്തിന് പറയുന്നത് എന്താണ്, വാദത്തിൻ്റെ ഗുണം പറയുന്നത് ആരാണ്, ദെൻ പിത്തത്തിൻ്റെ കർമ്മം, കഫത്തിൻ്റെ കർമ്മം, അതെല്ലാം ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 13ാമത്തെ ചാപ്റ്റർ നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. പഞ്ചകർമ്മ ഓറിയന്റഡ് ആണ് 13ഉം 14ഉം. സ്നേഹാധ്യായവും ശ്വേതാധ്യായവുമാണ് 13ഉം 14ഉം. 13 സ്നേഹാധ്യായം ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചതുസ്നേഹങ്ങളുടെ പ്രോപ്പർട്ടി, അതിൻ്റെ ഇൻഡിക്കേഷൻസ്, ദെൻ ഈ ചതുസ്നേഹങ്ങളുടെ മാത്ര, ഓരോ സ്നേഹപാനത്തിൻ്റെ പ്രധാന മാത്ര, മധ്യമാത്ര, അവരമാത്ര, അത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, ദെൻ സ്നേഹത്തിൻ്റെ കോമൺ ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, സ്നേഹം കഴിഞ്ഞാലുള്ള സമ്യക്ക്, അയോഗ, അതിയോഗ ലക്ഷണങ്ങൾ, അച്ചപാന വിചാരണ, സ്നേഹവ്യാപത്ത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, സദ്യോസ്നേഹം, എല്ലാം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്വേതാധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും 13 ടൈപ്പ് സ്വേദങ്ങളും അതുപോലെ 10 ടൈപ്പ് നിരഗ്നിയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആമാശയഗത വാദമാണെങ്കിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, പക്വാശയഗത വാദമാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ ഉപനാഹവും നാഡീസ്വേദവും പ്രത്യേകം ഒന്ന് ഫോക്കസ് ചെയ്യുക. ദെൻ 15ാമത്തെ ചാപ്റ്റർ ഉപകൽപ്പനി അധ്യായമാണ്. അതിൽ വമനത്തിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ, മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പല സ്റ്റേജിലായിട്ട് 4 ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പേയാതിക്രമം പഠിക്കുക, വമനത്തിനും വിരേചനത്തിനും കൊടുക്കുന്ന മരുന്നിൻ്റെ ഡോസ് പഠിക്കാം. ദെൻ ചികിത്സാ പ്രകൃതിയിലേക്ക് വരുമ്പോഴത്തേക്കും വിരേചനത്തിന്റെ സമ്യക്, അയോഗ, അതിയോഗ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വഭാവ ഉപരമ വാദം പറയുന്നുണ്ട്. ദെൻ കേന്ദ്രശിരസ്യമാണ് അടുത്ത ചാപ്റ്റർ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ക്രിമിജ ശിരശൂലം നോട്ട് ചെയ്യുക, ഹൃദ്രോഗം ഫുള്ള് നോട്ട് ചെയ്യുക. അതുപോലെ ധാതുക്കളുടെ ക്ഷയലക്ഷണങ്ങൾ അവിടെയാണ് പറയുന്നത്. ഓജോക്ഷയം, അതിൻ്റെ നിധാനം, ദെൻ മധുമേഹങ്ങളുടെ പിടക, അതിൻ്റെ അസാധ്യ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, ദെൻ വിദ്രതി, അതിൻ്റെ ടൈപ്പ്, വിദ്രതിയുടെ സ്ഥാനം വെച്ചിട്ടുള്ള ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിടകകളുടെ ഉപദ്രവം പറയുന്നുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേന്ദ്രശിരസ്യത്തിലേക്ക് വരുമ്പോൾ. ദെൻ ത്രിശോധിയാണ്. ത്രിശോധ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ശോഭത്തിന്റെ ടൈപ്സ് പറയുന്നുണ്ട്, നിധാനം പറയുന്നുണ്ട്, 3 ടൈപ്സ്, വാദപിത്ത കഫത്തിന്റെ ലക്ഷണങ്ങൾ എടുത്തു പഠിക്കുക. ദെൻ ശോഭത്തിന്റെ ഉപദ്രവം 7 എണ്ണം പറയുന്നുണ്ട്, അത് പഠിക്കുക. ദെൻ ലോക്കലൈസ്ഡ് ശോഭാസ് പറയുന്നുണ്ട്, ഏകദേശീയ ശോഭങ്ങൾ പറയുന്നുണ്ട്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് ഉപജിഹ്വ, ഗളശുണ്ഡികയൊക്കെ പറയുന്നത്, അത് എടുത്തു പഠിക്കാം. ദെൻ 19ലേക്ക് വരുമ്പോഴത്തേക്കും അഷ്ടോദരീയമാണ്. അതിനകത്ത് സാമാന്യമായിട്ടുള്ള രോഗങ്ങളുടെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്, ടൈപ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജനറലായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് എടുത്തെടുത്ത് പറയുന്ന അരുചി എന്നുള്ള പേര് അരുചി എന്നല്ല അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് നോട്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ലാസ്റ്റ് 20ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് മഹാരോഗാധ്യായത്തിലേക്ക് വരുമ്പം അവിടെ നിന്നും പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നാനാത്മജ വികാരങ്ങളാണ് പറയുന്നത്, അത് നോട്ട് ചെയ്യുക. ദെൻ അതുപോലെ ദോഷങ്ങളുടെ സ്ഥാനം ഈ ഒരു ഭാഗത്താണ് പറയുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതുപോലെ ദോഷങ്ങളുടെ ആത്മരൂപം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 11 മുതൽ 20 വരെയുള്ളതിൽ സ്നേഹാധ്യായം, ശ്വേതാധ്യായം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചകർമ്മ ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്ററും കൂടിയാണ്. സോ ഇത്രയുമാണ് ഈ രണ്ടാമത്തെ സീരീസിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്സുകൾ. അപ്പോൾ ഇനി എക്സാമൊക്കെ അടുത്ത് വരാറായി, ഇനി 2 മന്ത്സും കൂടി ഉള്ളൂ. അപ്പോൾ പ്രിപ്പറേഷനൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.